പഹൽഗാം മുറിവിന് ഇതാ ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ. തകർത്തത് ഭീകര കേന്ദ്രങ്ങൾ, ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളും ലോഞ്ച് പാഡുകളും തകർത്ത് പാക് ഭീകരർക്ക് ശക്തമായ തിരിച്ചടി. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഇന്ത്യ. എന്തിനും തയ്യാറാണെന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. പാകിസ്ഥാൻ പഹൽഗാമിന് മറുപടിയായിട്ടാണ് സിന്ദൂർ ഓപ്പറേഷൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിൻ്റെ വീട് തകർത്ത് 4 ബന്ധുക്കൾ ഉൾപ്പെടെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടെന്ന് മസൂദ് അസർ. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ചുട്ട മറുപടി നൽകിയാണ് ഇന്ത്യ പ്രതികരിച്ചത്. പാകിസ്ഥാൻ്റെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു. 4 പാകിസ്ഥാനിൽ, 5 കാശ്മീർ ഏരിയയിൽ. ബിൻ ലാദൻ നിർമ്മിച്ച കേന്ദ്രങ്ങളാണ് തകർത്തത്. 60 ഭീകരർക്ക് പരിക്ക് പറ്റി. 70 ഭീകരർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ താനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആക്രമണം സ്ഥിരീകരിച്ച് മസൂദ് അസറിൻ്റെ സന്ദേശം. കുടുംബത്തിലെ 10 പേർ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നീണ്ടുനിന്ന ഭീകര ആക്രമണമായിരുന്നു നടത്തിയിരുന്നത്. പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളെടുത്തു. ഭീകരതയ്ക്കെതിരെയുള്ള പ്രതിരോധമാണ് രാജ്യം നടത്തിയത്. തകർത്തത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ്. താനും മരിക്കുകയായിരുന്നു ഭേദമെന്നാണ് മസൂദ് പറയുന്നത്. തിരിച്ചടിക്കുമെന്ന് മസൂദ് അസർ. ബഹവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് താവളവും ഇന്ത്യ തകർത്ത് കളഞ്ഞു. UN രക്ഷാസമിതി അംഗങ്ങളായ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി ഇപ്പോൾ ഇന്ത്യ കൂടിക്കാഴ്ച. വിദേശകാര്യ മന്ത്രാലയത്തിലാണ് കൂടിക്കാഴ്ച നടത്തുക. രണ്ട് CRPF ജവാന്മാർ അടക്കം 38 പേർക്ക് പരിക്കുണ്ട്. 10 പേർ കൊല്ലപ്പെട്ടു. ജമ്മുകാശ്മീരിൽ നാട്ടുകാരെ ഒഴിപ്പിക്കുന്നു. ജമ്മുകാശ്മീർ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുനിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു. പാകിസ്ഥാൻ ആക്രമണം നടത്തുമെന്ന സൂചനകൾക്കിടെയാണ് ഈ നീക്കം. സംഘർഷം വേഗം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്.